ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഫോണുകളിലെ ഡോൾബി അറ്റ്മോസ് സാങ്കേതിക വിദ്യയെ കുറിച്ചാണ്. പലരുടെയും മനസ്സിലുള്ള വലിയൊരു സംശയമാണ്, ചോദ്യമാണ്, മൊബൈൽ ഫോണിൽ ഡോൾബി അറ്റ്മോസ് ശരിക്കും യഥാർത്ഥമാണോ എന്ന്. ഇതിന്റെ പിറകിലെ ശാസ്ത്രീയ സത്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സിനിമാ തിയേറ്ററുകളിൽ നിരവധി സ്പീക്കറുകൾ ഉപയോഗിച്ചാണ് ഡോൾബി അറ്റ്മോസിന്റെ ശബ്ദം സൃഷ്ടിക്കുന്നത്. അവിടെ മുകളിലും വശങ്ങളിലും പുറകിലും വ്യത്യസ്ത സ്ഥാനങ്ങളിലായി സ്പീക്കറുകൾ ക്രമീകരിച്ചിരിക്കും. ഈ സംവിധാനം ശബ്ദത്തെ ഒരു പ്രത്യേക വസ്തുവായി കണക്കാക്കുന്നു. ഇതിനെ ഒബ്ജക്റ്റ് ബേസ്ഡ് ഓഡിയോ എന്ന് വിളിക്കുന്നു. ശബ്ദം ഏത് ദിശയിൽ നിന്ന് വരണമെന്ന് മിക്സിംഗ് സമയത്ത് തന്നെ തീരുമാനിക്കുന്നു. ഉദാഹരണത്തിന്, ഹെലികോപ്റ്റർ മുകളിലൂടെ പറക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം സൃഷ്ടിക്കാൻ മുകളിലെ സ്പീക്കറുകൾ ഉൾപ്പെടെ നിരവധി സ്പീക്കറുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോൺ എന്നത് വളരെ ചെറുതാണ്. മൊബൈൽ ഫോണിൽ പരമാവധി ചെറിയ 2 സ്പീക്കറുകൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ തിയേറ്ററിലെ അറ്റ്മോസും മൊബൈൽ ഫോണിലെ അറ്റ്മോസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് എന്നൊരു ചോദ്യം ഇവിടെ വരാം. തിയേറ്ററുകളിൽ ഇത് യഥാർത്ഥ സ്പീക്കറുകൾ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ അധിഷ്ഠിത സംവിധാനമാണ്. എന്നാൽ മൊബൈൽ ഫോണിലെ ഡോൾബി അറ്റ്മോസ് വെറുമൊരു കബളിപ്പിക്കലോ വ്യാജ പരസ്യമോ അല്ല. ഇതിന് പിറകിൽ അതിനൂതനമായ ഒരു സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യയുണ്ട്. ഇതിനെ ഓഡിയോ വെർച്വലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും ഡോൾബി അറ്റ്മോസിനെ ഒരു ഓഡിയോ ഫോർമാറ്റ് അല്ലെങ്കിൽ ഓഡിയോ കോഡെക്ക് മാത്രമാണെന്ന് കരുതാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഡോൾബി അറ്റ്മോസ് എന്നത് ഒരു ഓഡിയോ മിക്സിംഗ്, റെൻഡറിംഗ് സാങ്കേതിക വിദ്യയാണ്. ഈ ഇൻഫർമേഷൻ ഡോൾബി ഡിജിറ്റൽ പ്ലസ് അല്ലെങ്കിൽ ഡോൾബി ട്രൂ HD പോലുള്ള ഓഡിയോ സ്ട്രീമുകളിലൂടെ കൈമാറാൻ സാധിക്കും. അതായത് അറ്റ്മോസ് എന്നത് ശബ്ദം എങ്ങനെ സൃഷ്ടിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന സാങ്കേതിക വിദ്യയാണ്. ഡോൾബി ഡിജിറ്റൽ പ്ലസ്, ഡോൾബി ട്രൂ HD എന്നിവ ആ വിവരങ്ങൾ സംഭരിക്കാനും കൈമാറാനും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ്. ഇനി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ 2 ചെവികൾ ശബ്ദത്തിന്റെ ദിശ തിരിച്ചറിയുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. ഇടതുവശത്തു നിന്നുള്ള ശബ്ദം ആദ്യം ഇടത് ചെവിയിലും അല്പം വൈകി വലത് ചെവിയിലും എത്തും. അതോടൊപ്പം ശബ്ദത്തിന്റെ തീവ്രതയിലുണ്ടാകുന്ന വ്യത്യാസവും നമ്മുടെ ചെവിയുടെ ആകൃതി സൃഷ്ടിക്കുന്ന സ്വാഭാവിക മാറ്റങ്ങളും ഉപയോഗിച്ചാണ് തലച്ചോറ് ശബ്ദത്തിന്റെ ദിശ മനസ്സിലാക്കുന്നത്. ഈ സവിശേഷതകളെ ആകെ പരിഗണിക്കുന്ന ശാസ്ത്രീയ മാതൃകയാണ് ഹെഡ് റിലേറ്റഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അഥവാ HRTF എന്ന് വിളിക്കുന്നത്. മൊബൈൽ ഫോണിലെ ഡോൾബി അറ്റ്മോസ് ഈ പ്രതിഭാസത്തെ ഡിജിറ്റലായി അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി പ്രത്യേക ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് അഥവാ DSP അൽഗോരിതങ്ങൾ ഫോണിൽ ഉപയോഗിക്കുന്നു. ഈ DSP അൽഗോരിതങ്ങളാണ് ഒരു സാധാരണ സ്റ്റീരിയോ ശബ്ദത്തെ കൂടുതൽ വൈഡ് ആയിട്ടുള്ള 3D സ്വഭാവങ്ങൾ ഉള്ളതായ ഒരു അനുഭവമാക്കി മാറ്റാൻ സഹായിക്കുന്നത്. എന്നാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? 2 ചെറിയ സ്പീക്കറുകൾ മാത്രം ഉപയോഗിച്ച് നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് 3D ശബ്ദം അനുഭവിപ്പിക്കുന്നത്? ഇവിടെയാണ് ഹെഡ് റിലേറ്റഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അഥവാ HRTF എന്ന സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം മനസ്സിലാകുന്നത്. നമ്മുടെ തലയും ചെവികളും ശരീരത്തിന്റെ ആകൃതിയും ശബ്ദത്തെ സ്വാഭാവികമായി മാറ്റുന്നു. ശബ്ദം ഏത് ദിശയിൽ നിന്നാണ് വരുന്നത് എന്നതിനനുസരിച്ച് അതിന്റെ സമയം, അതിന്റെ തീവ്രത, അതിന്റെ ഫ്രീക്വൻസി എന്നിവയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ സൂചനകൾ ഉപയോഗിച്ചാണ് നമ്മുടെ തലച്ചോറ് ശബ്ദത്തിന്റെ ദിശയും ഉയരവും അകലവും എല്ലാം തിരിച്ചറിയുന്നത്. മൊബൈൽ ഫോണുകളിലെ ഡോൾബി അറ്റ്മോസ് ഈ സ്വാഭാവിക പ്രക്രിയയെ ഡിജിറ്റലായി അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി DSP അഥവാ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് ഓരോ ശബ്ദ സിഗ്നലിനെയും വളരെ കൃത്യമായി പ്രോസസ്സ് ചെയ്യുന്നു. അതുകൊണ്ടാണ് 2 സ്പീക്കറുകൾ മാത്രമുള്ള ഫോണിലും ശബ്ദം നമ്മുടെ മുന്നിൽ നിന്നോ വശങ്ങളിൽ നിന്നോ ചിലപ്പോൾ മുകളിൽ നിന്നോ ഒക്കെ വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു സംശയം കൂടി വരാം. ഫോണിന്റെ സ്പീക്കറുകളിലാണോ അതോ ഹെഡ്ഫോണിലാണോ ഡോൾബി അറ്റ്മോസ് കൂടുതലായി നന്നായി നമുക്ക് ഫീൽ ചെയ്യുക? ഹെഡ്ഫോണുകളിലാണ് ഡോൾബി അറ്റ്മോസ് ഏറ്റവും മികച്ച അനുഭവം നൽകുക. കാരണം ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇടത് ചെവിയിലേക്കും വലത് ചെവിയിലേക്കും എത്തുന്ന ശബ്ദങ്ങൾ പരസ്പരം കൂടിക്കലരുന്നില്ല. അതുകൊണ്ട് HRTF അൽഗോരിതങ്ങൾ കൂടുതൽ കൃത്യമായി പ്രവർത്തിക്കുകയും ശബ്ദത്തിന്റെ ദിശയും ഉയരവും കൂടുതൽ വ്യക്തമായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. തിയേറ്ററുകളിലേതുപോലെ ഭൗതിക സ്പീക്കറുകൾ ഇല്ലെങ്കിലും ഒരു വെർച്വൽ 3D അനുഭവം സൃഷ്ടിക്കുവാൻ ഈ സാങ്കേതിക വിദ്യക്ക് സാധിക്കും. അതുകൊണ്ട് സാങ്കേതികമായി ഇത് യഥാർത്ഥ ഡിജിറ്റൽ ഓഡിയോ പ്രോസസ്സിംഗ് തന്നെയാണ്. ചില ആധുനിക ഹെഡ്ഫോണുകളിൽ ഹെഡ് ട്രാക്കിംഗ് എന്ന സാങ്കേതിക വിദ്യയും ലഭ്യമാണ്. നമ്മൾ തല തിരിക്കുമ്പോഴും ശബ്ദത്തിന്റെ ദിശ ഒരു നിശ്ചിത സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ള ഒരു അനുഭവം നൽകാൻ ഇതിന് കഴിയും. അപ്പോൾ ഫോൺ സ്പീക്കറുകളിലൂടെ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മൊബൈൽ ഫോണിന്റെ സ്വന്തം സ്പീക്കറുകളിലൂടെ കേൾക്കുമ്പോഴും ഡോൾബി അറ്റ്മോസ് വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്.
ഫോണിലെ 2 സ്പീക്കറുകളിൽ നിന്നുള്ള ശബ്ദ തരംഗങ്ങളെ നിയന്ത്രിക്കാൻ ക്രോസ് ടോക്ക് ക്യാൻസലേഷൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. ഇതിലൂടെ ചെറിയ സ്പീക്കറുകളിൽ നിന്ന് പോലും കൂടുതൽ വിശാലമായ ഒരു ശബ്ദ മണ്ഡലം സൃഷ്ടിക്കുവാൻ കഴിയുന്നു. ഡോൾബി അറ്റ്മോസ് ഓൺ ചെയ്യുമ്പോൾ സാധാരണ ശബ്ദത്തേക്കാൾ ചെറിയൊരു വ്യക്തത കൂടുന്നത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പശ്ചാത്തല സംഗീതവും സംഭാഷണങ്ങളും തമ്മിലുള്ള വേർതിരിവ് നമുക്ക് കൂടുതൽ വ്യക്തമായി അനുഭവപ്പെടും. ചില ഫോണുകളിൽ ബേസ് ശബ്ദങ്ങളും കൂടുതൽ കരുത്തുള്ളതായി തോന്നും. എന്നാൽ ഇതെല്ലാം ഓരോ ഫോണിന്റെയും ഓരോ സ്പീക്കറിന്റെയും ട്യൂണിങ്ങിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. ചിലപ്പോൾ മറ്റൊരു സംശയം കൂടി ഉണ്ടാകും. ഡോൾബി അറ്റ്മോസ് ഇല്ലാത്ത സാധാരണ സ്റ്റീരിയോ പാട്ടുകൾ കേൾക്കുമ്പോഴും ഡോൾബി അറ്റ്മോസ് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ? ചെയ്യും. ഡോൾബിയുടെ ഓഡിയോ പ്രോസസ്സിംഗ് സാങ്കേതിക വിദ്യ സാധാരണ സ്റ്റീരിയോ ഓഡിയോയെ വിശകലനം ചെയ്തുകൊണ്ട് കൂടുതൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ശബ്ദാനുഭവം സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഇത് ശബ്ദത്തിന്റെ വ്യക്തതയും സ്പേഷ്യൽ അനുഭവവും ഒരു പരിധിവരെ മെച്ചപ്പെടുത്തും. എന്നാൽ യഥാർത്ഥ ഡോൾബി അറ്റ്മോസ് കണ്ടന്റ് കേൾക്കുമ്പോൾ ലഭിക്കുന്ന അത്ര കൃത്യമായ അനുഭവം, ഒരു ഫീലിംഗ് ഇതിലൂടെ നമുക്ക് ലഭിക്കില്ല. ഡോൾബി അറ്റ്മോസ് ഒരു സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യ മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ ഫോണുകളിലും ഇത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ലഭിക്കാത്തത്? കാരണം ഡോൾബി അറ്റ്മോസ് എന്നത് വെറുമൊരു ആപ്പ് മാത്രമല്ല, ഇത് ഓരോ ഫോൺ മോഡലിന്റെയും ഹാർഡ്വെയറുമായി കൃത്യമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. വെറുതെ ഒരു ഫോണിൽ ഇത് ചേർക്കാൻ കഴിയില്ല, ഒരു ആപ്പിലൂടെ ചേർക്കാൻ കഴിയില്ല. ഡോൾബി ലബോറട്ടറീസിന്റെ ലൈസൻസും ആവശ്യമായ പരിശോധനകളും എല്ലാം ഇതിനാവശ്യമാണ്. ഓരോ ഫോൺ മോഡലിന്റെയും സ്പീക്കറുകളുടെ വലുപ്പവും സ്ഥാനവും ആംപ്ലിഫയറും ഓഡിയോ പ്രോസസ്സറും മറ്റ് ഹാർഡ്വെയർ സവിശേഷതകളും എല്ലാം പരിഗണിച്ചുകൊണ്ട് നിർമ്മാതാക്കളും ഡോൾബി ലബോറട്ടറീസും ചേർന്നാണ് അനുയോജ്യമായ രീതിയിലുള്ള ട്യൂണിങ്ങും പരിശോധനകളും എല്ലാം നടത്തുന്നത്. അങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കമ്പനിയിലെ ഫോണിലെ ഡോൾബി അറ്റ്മോസും മറ്റൊരു കമ്പനിയുടെ ഫോണിലെ ഡോൾബി അറ്റ്മോസും ഒരുപോലെ കേൾക്കാൻ സാധിക്കാത്തത്. ഒരേ ഡോൾബി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഓരോ നിർമ്മാതാവും അവരുടെ സ്പീക്കറുകൾക്കും ഹാർഡ്വെയറുകൾക്കും അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്തമായ ട്യൂണിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വ്യത്യസ്ത കമ്പനികളുടെ ഫോണുകളിൽ ഡോൾബി അറ്റ്മോസ് ഓൺ ചെയ്താലും നമുക്ക് ലഭിക്കുന്ന ശബ്ദത്തിന്റെ ഫീലിംഗിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് ഓൺ ചെയ്യുമ്പോൾ ഫോണിന്റെ ബാറ്ററി ചാർജ് വേഗത്തിൽ തീരുമോ? വളരെ ചെറിയ തോതിൽ ബാറ്ററി ഉപയോഗം വർദ്ധിച്ചേക്കാം. കാരണം ഡോൾബി അറ്റ്മോസ് പ്രവർത്തിക്കുമ്പോൾ ഫോണിന്റെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസർ ലൈവായി അധിക ഓഡിയോ പ്രോസസ്സിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ആധുനിക പ്രോസസ്സറുകൾ ഈ ജോലികൾ വളരെ കാര്യക്ഷമമായി നിർവഹിക്കുന്നത് കൊണ്ട് സാധാരണ ഉപയോഗത്തിൽ ഈ ബാറ്ററി വ്യത്യാസം വളരെ ചെറുതായിരിക്കും. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ കേൾക്കുന്ന പാട്ടോ കാണുന്ന സിനിമയോ ഡോൾബി അറ്റ്മോസ് ഫോർമാറ്റിൽ മിക്സ് ചെയ്തതാണെങ്കിൽ മാത്രമേ ആ അനുഭവം പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ. ഇന്ന് പല OTT പ്ലാറ്റ്ഫോമുകളിലും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടുള്ള സിനിമകളും സീരീസുകളും എല്ലാം ലഭ്യമാണ്. എന്നാൽ കണ്ടന്റ് മാത്രം മതിയാകില്ല. അത് പ്ലേ ചെയ്യുന്ന ആപ്പും നമ്മുടെ ഫോണും ഹെഡ്ഫോണും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഇതിന്റെ മുഴുവൻ ഗുണവും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ തിയേറ്ററുകളിലെ വലിയ വലിയ സ്പീക്കറുകൾ വഴി സൃഷ്ടിക്കുന്ന ഡോൾബി അറ്റ്മോസിന്റെ ശാരീരിക ശബ്ദ സമ്മർദ്ദമോ ആഴമുള്ള ബേസ് അനുഭവമോ ഒന്നും മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിക്കില്ല. അത് ഹാർഡ്വെയറിന്റെ സ്വാഭാവിക പരിമിതിയാണ്. ഒരു ചെറിയ മൊബൈൽ സ്പീക്കറിന് വലിയ തിയേറ്റർ സ്പീക്കറുകളെ പോലെ വായുവിനെ ചലിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് മൊബൈൽ ഫോണിലെ ഡോൾബി അറ്റ്മോസ് വ്യാജമാണെന്നും പറയാൻ കഴിയില്ല. മറിച്ച് ഇത്രയും ചെറിയ സ്പീക്കറുകളിൽ നിന്ന് ഇത്രയും വൈഡ് ആയിട്ടുള്ള 3D സ്വഭാവമുള്ള ശബ്ദാനുഭവം സൃഷ്ടിക്കാൻ കഴിയുന്നത് ആധുനിക ഡിജിറ്റൽ ഓഡിയോ സാങ്കേതിക വിദ്യയുടെ വലിയൊരു നേട്ടമാണ്. ചുരുക്കി പറഞ്ഞാൽ മൊബൈൽ ഫോണിലെ ഡോൾബി അറ്റ്മോസ് എന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമല്ല, അത് യഥാർത്ഥ ഡിജിറ്റൽ ഓഡിയോ പ്രോസസ്സിംഗ് സാങ്കേതിക വിദ്യ തന്നെയാണ്. ഹാർഡ്വെയറിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കേൾവി ശേഷിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കൂടുതൽ വൈഡ് ആയിട്ടുള്ള ദിശാബോധമുള്ളതായ ഒരു ശബ്ദാനുഭവം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തിയേറ്ററിലെ അനുഭവം അതേപടി മൊബൈലിൽ ലഭിക്കില്ലെങ്കിലും മൊബൈലിൽ ലഭിക്കുന്ന ഡോൾബി അറ്റ്മോസ് ഒരു യഥാർത്ഥമായ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായ ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ്. സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ചയെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമായി അടുത്ത സന്ദർഭത്തിൽ കാണാം.